വെൽക്കം ടു ഓൾ. A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയറിലെ +2-ൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദക യൂണിറ്റിനെ കുറിച്ചുള്ള സിദ്ധാന്തം. ഇപ്പോൾ കമ്പോളം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നമ്മളെല്ലാവരും മാർക്കറ്റിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളം എന്ന് പറയാം. അപ്പോൾ ഇക്കണോമിക് ടേമിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പലതരത്തിൽ തിരിക്കാം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. എത്ര വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ട്. ചില മാർക്കറ്റുകളിൽ ഒരാളായിരിക്കും വിൽപ്പനക്കാരൻ, ചിലയിടത്ത് അധികം വിൽപ്പനക്കാരുണ്ടായിരിക്കും, അധികം വാങ്ങുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ മാത്രമാണ്. അപ്പോൾ അവിടെ ഒരു വിൽപ്പനക്കാരൻ മാത്രമാണുള്ളത്. എന്നാൽ വാങ്ങുന്നവർ, ആ സർവീസ് വാങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അടുത്ത ഫാക്ടറാണ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. വസ്തുവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ചിലപ്പോൾ ഒരു വസ്തു എല്ലാവർക്കും, അതായത് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അരി ഉൽപ്പാദിപ്പിക്കുന്നത് പലതരം ആൾക്കാരുണ്ട് അല്ലേ. പലതരത്തിലുള്ള ബ്രാൻഡുകൾ നമുക്ക് ലഭ്യമാകും. അപ്പോൾ അതിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ്, പക്ഷേ പല ബ്രാൻഡുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കമ്മോഡിറ്റി, നേച്ചർ ഓഫ് കമ്മോഡിറ്റി. അതായത് പല ബ്രാൻഡുകളുണ്ട്, എന്നാൽ അരി എന്ന് പറയുന്നത് ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതാണ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതാണ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് സാധനങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, കൊണ്ടുപോകാൻ പറ്റാത്തതാണോ, ഇത് മാർക്കറ്റിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സാണ് കമ്പോളത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഏത് തരം കമ്പോളമാണ്. പലതരത്തിലുള്ള കമ്പോളങ്ങളുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലാണ് എന്ന് നമ്മളെ മനസ്സിലാക്കുന്നത് ഈ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലതരത്തിലുള്ള കമ്പോളങ്ങളുണ്ട്, ഫോംസ് ഓഫ് മാർക്കറ്റ്. അതിൽ ഒന്നാമത്തേത് പൂർണ്ണ മത്സര കമ്പോളം, അതുപോലെ തന്നെ കുത്തക കമ്പോളം, കുത്തക മത്സര കമ്പോളം, ഇങ്ങനെ പലതരത്തിലുള്ള കമ്പോളങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തെക്കുറിച്ചാണ്. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുമ്പോൾ അവിടെ വാങ്ങുന്നവരും വിൽക്കുന്നവരും ധാരാളം ഉണ്ടായിരിക്കും. ഒരുപാട് വാങ്ങുന്നവരുണ്ടായിരിക്കും, വിൽക്കുന്നവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ സാധനം ഒരേ സ്വഭാവമുള്ള സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഉൽപ്പാദകർക്കും മാർക്കറ്റിലേക്ക് വരാനും തിരിച്ചു പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കമ്പോള ഫോമിനെയാണ് നമ്മൾ, ഈ മാർക്കറ്റ് ഫോമിനെയാണ് നമ്മുടെ പൂർണ്ണ മത്സര കമ്പോളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്താണ് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ, അത് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് എക്സാമിന് മിക്കവാറും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് എല്ലാ ഉൽപ്പാദക യൂണിറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏകാത്മകമായിരിക്കും. അതായത് ഉൽപ്പന്നങ്ങൾ രൂപത്തിലും ഗുണത്തിലും നിറത്തിലും എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇങ്ങനെ ഒരു മാർക്കറ്റ് ഫോം നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റില്ല, കാരണം അത് ലോകത്ത് ഇല്ലാത്തൊരു മാർക്കറ്റ് ഫോമാണ്. പക്ഷേ ഇക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഫോമിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റില്ല, അത് ലോകത്ത് നിലനിൽക്കുന്ന ഫോമല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം വളരെയധികമായിരിക്കും. ഒരുപാട് വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടായിരിക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് കമ്പോളത്തിലേക്ക് വരാനും പോകാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. ആർക്ക് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാതിരിക്കാം. അതിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നാലാമത്തേത് സാധനങ്ങൾക്ക് പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നമുക്ക് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഉള്ളതുപോലെ തന്നെ സാധനങ്ങൾക്കും പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതേപോലെ കമ്പോളത്തെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരിക്കും.
കമ്പോളത്തിൻ്റെ സാധന ലഭ്യത, അതിൻ്റെ ചിലവ് എത്രയാണ്, അതിൻ്റെ വില എത്രയാണ് എന്നതിനെക്കുറിച്ചൊക്കെ വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും പൂർണ്ണമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കും. പിന്നെ പൂർണ്ണ മത്സര കമ്പോളം ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഓരോ വിൽപ്പനക്കാരനെയും വില സ്വീകരിക്കുന്നവൻ പ്രൈസ് ടേക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. പൂർണ്ണ മത്സര കമ്പോളത്തിലെ വിൽപ്പനക്കാരൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? വില സ്വീകരിക്കുന്നവൻ അല്ലെങ്കിൽ പ്രൈസ് ടേക്കർ എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദകനെ വില സ്വീകരിക്കുന്നവൻ എന്ന് പറയാൻ കാരണം? അത് വേറൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരേ ടൈപ്പ് ഏകാത്മകമായ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വില നിശ്ചയിക്കുന്നത് വിൽപ്പനക്കാരനല്ല. കാരണം പല വിൽപ്പനക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിൽപ്പനക്കാരല്ല വില നിശ്ചയിക്കുന്നത്. മാർക്കറ്റ് ശക്തിയിൽ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡും അതിൻ്റെ സപ്ലൈയും അനുസരിച്ചിട്ടാണ് വില നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ വില കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഉൽപ്പന്നമാണ്, ഇപ്പോൾ അരി തന്നെയാണെങ്കിൽ അരി എല്ലാവരും ഒരേപോലത്തെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ അരിയുടെ വില ഒരു സ്ഥലത്ത് 40 രൂപയാണ്, അടുത്ത സ്ഥലത്ത് 45 രൂപയാണ്, അടുത്ത സ്ഥലത്ത് 60 രൂപയാണ്. അപ്പോൾ സെയിം ക്വാളിറ്റി ആണെങ്കിൽ നമ്മളെന്താണ് ഏറ്റവും കുറഞ്ഞ വില മാത്രമാണ് ചൂസ് ചെയ്യുന്നത് വാങ്ങിക്കുന്ന ആൾക്കാർ. അപ്പോൾ വില ഉയർത്തിയത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും വിൽപ്പനക്കാരന് ഇല്ല. അതേപോലെ തന്നെ വില കുറയ്ക്കുകയാണെന്ന് വിചാരിക്കാം. വില കുറച്ചാൽ എന്ത് ചെയ്യും? ആ കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനായിട്ട് ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പോൾ നേരത്തെ ഫിക്സ് ചെയ്ത വില എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വിലയിൽ വാങ്ങിക്കാൻ ആളുണ്ടാവില്ല, കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ ആളുണ്ടാവും, പക്ഷേ ലാഭം ഈ കുറഞ്ഞ വിലയിൽ വിൽക്കുന്നവന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫിക്സഡ് വിലയിൽ എപ്പോഴും വിറ്റുപോകും. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദകനെ വില സ്വീകരിക്കുന്നവൻ എന്ന് പറയുന്നത്. അതിനകത്ത് വില നിശ്ചയിക്കാൻ ഒരിക്കലും ആർക്കധികാരമില്ല? വിൽപ്പനക്കാരന് അധികാരമില്ല. അത് നിർണ്ണയിക്കുന്നത് കമ്പോള ശക്തികളായ ഡിമാൻഡും സപ്ലൈയും ആയിരിക്കും. അതായത് ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്നവർക്കും വളരെയേറെ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദകനെ വില സ്വീകരിക്കുന്നവനെന്ന് പറയുന്നു. പിന്നെ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ഡിമാൻഡ് വക്രം എങ്ങനെയാണ്? പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ഡിമാൻഡ് വക്രം എപ്പോഴും ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിന് സമാന്തരമായ നേർരേഖയായിരിക്കും. കാരണം വില ഒരേപോലെയാണ്. ഇപ്പോൾ 20 രൂപയാണ് ഒരാൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ഫിക്സ് ചെയ്തിരിക്കുന്നത് 20 രൂപയാണെങ്കിൽ ആ 20 രൂപയായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതിനകത്ത് എത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവിലേക്ക് ഒന്ന് നോക്കാം. ഡിമാൻഡ് കർവ് നോക്കി കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് ഇങ്ങനെ അനന്തമായിട്ട് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഡിമാൻഡ് കർവും പ്രൈസ് ലൈനും AR ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും ഒരേപോലെ തന്നെയായിരിക്കും പൂർണ്ണ മത്സര കമ്പോളത്തിലേത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എങ്ങനെയാണ് നമുക്ക് വിലയും അതുപോലെ അളവും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മൊത്തം വരുമാനവും ശരാശരി വരുമാനവും സീമന്ത വരുമാനവും കണക്കാക്കുന്നത്? മൊത്തം വരുമാനം കണക്കാക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. വില 20 ആയിരിക്കുമ്പോൾ നമ്മൾ വിൽക്കുന്നതിൻ്റെ അളവ് 1 അപ്പോൾ മൊത്തം വരുമാനം എന്ന് പറയുന്നത് 20 × 1 20 ദെൻ വില 20 തന്നെ, അല്ലാതെ ത്രൂ ഔട്ട് 20 ഞാൻ പറഞ്ഞു. എപ്പോഴും വില ഒരുപോലെ തന്നെയാണ്. വില 20 വിളിക്കുന്നതിൻ്റെ അളവ് 2 20 × 2 മൊത്തം വരുമാനം എത്രയാണ്? 40. അതുപോലെ വില 20 വിൽക്കുന്നതിൻ്റെ അളവ് 3 20 × 3 60. ദെൻ വില 20 അളവ് വിൽക്കുന്ന അളവ് 4 അപ്പോൾ 20 × 4 80. ദെൻ വില 20 വിൽക്കുന്നതിൻ്റെ അളവ് 5 20 × 5 100. അതുപോലെ തന്നെ വില 20 വിൽക്കുന്നതിൻ്റെ അളവ് 6 അപ്പോൾ 20 × 6 120. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വില എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. ഏത് വിൽപ്പനക്കാരൻ്റെ അടുത്ത് അല്ലെങ്കിൽ എത്ര ഉൽപ്പന്നം കൂടിയാലും വില ഒരേപോലെ തന്നെയാണ്, അളവിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ വില × അളവ് അതാണ് മൊത്തം വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരാശരി വരുമാനം പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മൊത്തം വരുമാനം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ആദ്യത്തേൽ 20/1 20 തന്നെ, അടുത്തത് 40/2 20, അടുത്തത് 60/3 20, 80/4 20, 100/5 20, 120/6 20 അല്ലേ. ദെൻ അടുത്തത് സീമന്ത വരുമാനം. സീമന്തം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ റവന്യൂവിൽ എത്രമാത്രം ആഡ് ചെയ്യുന്നുണ്ട് ഓരോ
ഉൽപ്പന്നം വിൽക്കുമ്പോഴും ടോട്ടൽ റവന്യൂവിൽ എത്രമാത്രം അഡീഷൻ വരുന്നത്, അതാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ആദ്യത്തേത് 20 തന്നെ, രണ്ടാമത്തെ 40 മൈനസ് 20 20, അടുത്തത് 60 മൈനസ് 40 20, അടുത്തത് 80 മൈനസ് 60 20, അടുത്തത് 100 മൈനസ് 80 20, അടുത്തത് 120 മൈനസ് 100 20. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഉൽപ്പാദനത്തിൽ എപ്പോഴും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും പ്രൈസും വിലയും എപ്പോഴും ഒരേപോലെ ആയിരിക്കും. മൊത്തം വരുമാനത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് കണ്ടുപിടിക്കുന്നത് വിലയും അളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും വരും. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദകന് വില സ്വീകരിക്കുന്നവനെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.